ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡീപ് സീക്ക് AI അതാണ് ഇപ്പോഴത്തെ ഇന്റർനെറ്റിലെ ചർച്ചാ വിഷയം. അതായത് ചൈന പുതിയതായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട് ഡെവലപ്പ് ചെയ്തു. നമ്മുടെ ചാറ്റ് GPT, അതുപോലെ തന്നെ മെറ്റ AI, അതുപോലെ തന്നെ ട്വിറ്ററിൻ്റെ ഗ്രോക്ക് AI മുതലായ അമേരിക്കൻ AI ടൂളുകളെയൊക്കെ കോമ്പറ്റീഷനായിട്ട് ഒരു AI ടൂള് ചൈന ലോഞ്ച് ചെയ്തു. അതാണ് ഡീപ് സീക്ക് AI എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീപ് സീക്ക് AI എങ്ങനെയാണ് നമ്മുടെ ഫോണിനകത്ത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. മറ്റ് ചാറ്റ് GPT പോലെയുള്ള ടൂളുകളെ അപേക്ഷിച്ച് ഈ ടൂളിൻ്റെ ഒരു പ്രത്യേകത ഇത് ഓപ്പൺ സോഴ്സ് ആണെന്നുള്ളതാണ്. അതായത് മറ്റ് ചാറ്റ് ബോട്ടുകളൊക്കെ നമുക്ക് പെയ്ഡാണ്, അത് പ്രൊപ്പറേറ്ററി ആണ്. അതിൻ്റെ API ഒക്കെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നതിന് നമുക്ക് പൈസയും കാര്യങ്ങളും വൻ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സ് ആണ്. ഇതിൻ്റെ സോഴ്സ് കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, എടുത്ത് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ മാറ്റങ്ങൾ വരുത്തി പുതിയ AI മോഡൽസ് നമുക്ക് തന്നെ നിർമ്മിക്കാൻ പറ്റും, അങ്ങനെയുള്ള കഴിവുള്ള ആളുകൾക്ക്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിക്ക് എന്താണ് ഈ ഒരു ടൂള്, ഇതിനകത്ത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, നമുക്കിത് എങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ യൂസ്ഫുൾ ആവും എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡീപ് സീക്ക് AI അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കുക. ഇവിടെ പെർമിഷൻ ചോദിക്കും, അത് എഗ്രി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് അതിനകത്ത് ലോഗിൻ ചെയ്യണം. സൈൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക, എഗ്രി കൊടുക്കുക. അല്ലെങ്കിൽ പുതിയ പാസ്വേഡും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ ഡീപ് സീക്ക് AIയുടെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുകളിലായിട്ട് 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാറ്റിംഗ് ഹിസ്റ്ററി എല്ലാം അവിടെ കാണാൻ സാധിക്കും. താഴെ വന്നു കഴിഞ്ഞാൽ മെസ്സേജ്, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡീപ് തിങ്ക് R1 അതുപോലെ തന്നെ വെബ് സെർച്ചിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ള വഴി നമുക്ക് പറയാം. ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ OCR, ഇമേജ് OCR, ഡോക്യുമെൻറ്റ് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അതും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനോട് ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. അതെങ്ങനെയാണ് നമുക്ക് മറുപടികൾ തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ഭാഷയിൽ വേണമെങ്കിലും എന്ത് ചോദിക്കാൻ പറ്റും. മലയാളത്തിലൊക്കെ ചോദിച്ചാൽ നല്ല വ്യക്തമായ രീതിയിൽ തന്നെ ഇത് മറുപടി നമുക്ക് തരുന്നുണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അവിടെ ഗ്രാമർ മിസ്റ്റേക്കോ മറ്റോ ഉണ്ടോ എന്നൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഗ്രാമറൊക്കെ തെറ്റാണെങ്കിലും ഇത് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് തരും. ചോദിച്ചു, എന്നിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഡീപ് സീക്ക് നമുക്ക് തരുന്നത് നോക്കുക. അതിനുള്ള മറുപടി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതേ ചോദ്യം തന്നെ ഞാൻ ഡീപ്പ് തിങ്ക് R1 എന്ന മോഡൽ ഓൺ ആക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. അത് ഓണാക്കി ഇനി ഞാൻ അത് വെച്ചിട്ട് ഇതേ ചോദ്യം തന്നെ ഒന്നുകൂടി ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി തരുന്ന രീതി നോക്കുക. ഉണ്ടോ, അത് തിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു ചോദ്യത്തെക്കുറിച്ച് അത് തിങ്ക് ചെയ്ത് കുറേ കൂടി ഡീപ്പായ രീതിയിൽ അതിനുള്ള മറുപടി തരികയാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം സിമ്പിളായ രീതിയിൽ ചോദിക്കും. ആദ്യം നമ്മൾ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ലോക്കൽ ഡാറ്റാബേസിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. രണ്ടാമത് തിങ്ക് ചെയ്തിട്ടുള്ള മറുപടി തരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വെബ് സെർച്ച് കൂടി ഓണാക്കിയിട്ട് നമുക്ക് ഇതേ ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ സംഭവിക്കുന്നത്, നിലവിൽ ഇതിപ്പോൾ ഈ AI മോഡൽ വർക്ക് ചെയ്യുന്നത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഡാറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ഈ AIനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ഇതിൻ്റെ സെർവറിൽ കുറേ ഡാറ്റ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുസ്തകത്തിനകത്ത് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തോട് നമ്മളൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ആ പുസ്തകം അതിനകത്തുള്ള വിവരങ്ങളിൽ നിന്നാണ് നമുക്ക് മറുപടി തരിക. അതേപോലെയാണ് ഈ സാധനം പ്രവർത്തിക്കുന്നത്. ഇവിടെ നമുക്ക് വെബ് സെർച്ച് കൂടി ഓണാക്കിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയ ഡാറ്റ കൂടി പരിഗണിച്ച് അതിൽ നിന്നും നമുക്ക് ഉത്തരമെടുത്ത് തരും. ഞാൻ അവിടെയും ഈ സെയിം ചോദ്യം തന്നെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഡീപ് തിങ്ക് R1 ഓണാണ്, ഇവിടെ വെബ് സെർച്ച് ഓണാണ്. അപ്പോൾ ആ ഒരു രീതിക്കുള്ള മറുപടി ഇവിടെ കിട്ടുന്നതായിരിക്കും. നമുക്ക് നോക്കാം. സെർച്ച് ദ വെബിൽ 50 റിസൾട്ട് അത് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും. തിങ്ക് ചെയ്യുകയാണ്. തിങ്ക് ചെയ്യുന്നത് വായിച്ച് നോക്കുക. കണ്ടോ, ഈ രീതിക്ക് തിങ്ക് ചെയ്ത് അതിൽ നിന്നുമാണ് നമുക്ക് മറുപടി നൽകുന്നത്. കണ്ടോ, ഇത്രയും രീതിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇലക്ഷൻ നടന്നതിൻ്റെ ഡേറ്റും അല്ലെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും വിജയിച്ചത് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭാരതീയ ജനത BJPയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ഉത്തരം തന്നെ നമുക്ക് വളരെ ഡീപ്പായിട്ട് നമുക്ക് ഉത്തരം അത് നൽകുന്നുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള ഉത്തരം മതിയെങ്കിൽ നമ്മൾ നോർമൽ രീതി കൊടുക്കുക. അല്ലെങ്കിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിസർച്ച് ചെയ്യണമെങ്കിൽ ഡീപ് തിങ്കും വെബും കൊടുത്തിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ ഈ മുകളിലത്തെ ആ ഒരു ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളുടെയൊക്കെ ഹിസ്റ്ററി ആ ഭാഗത്ത് കാണാം. ഈ സ്ക്രീൻ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് പുതിയൊരു സ്ക്രീൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ കിട്ടും. ഇനിയിപ്പോൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫോട്ടോ OCR ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു ഫോട്ടോ ചിത്രീകരിക്കാം. ആ ചിത്രത്തിലുള്ള ടെക്സ്റ്റിനെ അനലൈസ് ചെയ്തിട്ട് അതിനുള്ള മറുപടികൾ തരുന്നതാണ് ഫോട്ടോ OCR. ഇമേജ് OCR എന്ന് നേരത്തെ എടുത്ത ഒരു ചിത്രത്തിലുള്ള ഡാറ്റയെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും ഉള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നതാണ്. ഇനിയിപ്പോൾ ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു PDF ഫയലോ ഒരു വേർഡ് ഡോക്യുമെൻ്റോ ഒക്കെ ഇതിനകത്തേക്ക് അയച്ചു കൊടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടുള്ള അതിൽ നിന്നുള്ള ഡാറ്റ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരും. ഉദാഹരണത്തിന് ഒരു 10 100 പേജുള്ള ഒരു വലിയൊരു PDF ഫയൽ നമ്മൾ ഇതിനകത്തേക്ക് അയച്ചു കൊടുക്കുന്നു. ആ PDF ഫയലിനകത്തുള്ള ഒരു ഡാറ്റ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഏതോ ഒരു പേജിൽ കിടക്കുന്ന ഏതോ ഒരു വിവരം നമുക്ക് ആവശ്യമുണ്ട്. ഫുള്ള് വായിച്ച് നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡോക്യുമെൻ്റ് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുക. അത് ഈ ഡോക്യുമെൻറ്റിനകത്ത് ഉണ്ടെങ്കിൽ ഈ ഒരു AI തന്നെ അത് എടുത്തിട്ട് നമുക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിലീറ്റ് ഓൾ ചാറ്റ് ഉണ്ട്, ഡിലീറ്റ് അക്കൗണ്ട് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കളർ സ്കീമും അതുപോലെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്.